ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, സുറിയാനി ക്രിസ്ത്യാനികളായ നാം 50 നോയമ്പിലെ ഏറ്റവും തീക്ഷ്ണമായ പാതി നോമ്പും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണല്ലോ. ഈ നോമ്പിൻ്റെ അവസാന കണക്കെടുപ്പ് കാലമായ ഈ കഷ്ടാനുഭവ കാലങ്ങളിലേക്ക് അടുക്കുമ്പോൾ ദൈവവചനം ഉൾക്കൊണ്ട് ക്രിസ്തുവിന് അനുരൂപരായി തീരാനും മറ്റൊരു ക്രിസ്തുവാകുവാനും ഉള്ള ബോധ്യം നമുക്ക് ഏറേണ്ട കാലമാണല്ലോ. ആയതിലേക്ക് നമുക്കുണ്ടാകേണ്ട ആദ്യ ബോധ്യം ഞാൻ പാപിയാകുന്നു എന്ന ചിന്തയാണ്. ആ പാപത്തിന് അനുയോജ്യമായ പശ്ചാത്താപത്തിലൂടെ നാം നേടുന്ന ദൈവസ്നേഹവും, അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കൂട്ടാളികളാകുവാൻ ക്രിസ്തു സ്നേഹം നമുക്ക് മാതൃകയായി സൂക്ഷിക്കാം. 1 യോഹന്നാൻ 3:1 പറയും പോലെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ക്രിസ്തു നമ്മോട് കാട്ടിയത്. ആ പിതാവ് നമ്മോട് കാണിച്ച സ്നേഹം അവരിലേക്ക് ഒഴുകേണ്ട കാലമാകയാൽ കാൽവറിയിൽ നമുക്കായി ചൊരിഞ്ഞ രക്തത്തുള്ളികൾ മറ്റുള്ളവരിലേക്ക് സ്നേഹമായി ഒഴുക്കുവാൻ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ കാരുണ്യ പ്രവൃത്തികളും മാതൃകയാകട്ടെ. നമ്മുടെ സഹോദരനിലേക്ക് ആ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഈ നോമ്പുകാലം ഏറ്റവും പ്രയോജനപ്രദമായി തീരുവാൻ നമുക്ക് യത്നിക്കാം. സ്നേഹമേറുന്ന കർത്താവിൻ്റെ അനുഗ്രഹപ്രദമായ ഈ നോമ്പുകാലം വീണ്ടും നമുക്കൊരു സ്വയശോധനയ്ക്കുള്ള കാലമായി തീരുവാൻ നമുക്ക് ഇടയാക്കട്ടെ. എഫേസ്യർ 3:14 പറയും പോലെ, നമുക്ക് കർത്താവിൻ്റെ പാദങ്ങളിൽ കരുണയോടെ കുമ്പിട്ട് ആരാധിക്കാം. സകലർക്കും അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.